കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് സകല കാര്യങ്ങൾക്കും ഒരു തടസ്സമായി നിൽക്കുന്നത്. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും താരതമ്യേന ഗുണമായിട്ട് നിൽക്കുന്നു. എന്നാൽ 7-ൽ നിൽക്കുന്ന രാഹുവും ജന്മത്തിൽ നിൽക്കുന്ന കേതുവും ഇവർക്ക് ദോഷം തന്നെയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ചും മനസ്സ് തയ്യാറായാലും ശരീരം തയ്യാറാകാത്തൊരവസ്ഥ ഈ കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ചില ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും അതുപോലെ തന്നെ ചൊവ്വയുമൊക്കെ, 4-ാം ഭാവത്തിലെ ശുക്രനും ബുധനും എന്തായാലും ഇവർക്ക് ഗുണത്തെ കൊടുക്കണം. 2-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ ശുക്രൻ പോയി 4-ൽ നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ സമാധാനം തന്നെ പുലരും. വീട്ടിൽ ദോഷങ്ങളൊന്നും വരില്ല. തങ്ങൾക്ക് കുറവുകളൊന്നും വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനും ഈ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ, കുട്ടിയുടെ പഠന സംബന്ധമായ കാര്യത്തിലൊക്കെ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. എന്നാൽ 4-ൽ നിൽക്കുന്ന ചൊവ്വ മാതാവിന് ചെറിയ ദോഷമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ മാതൃ തുല്യരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവശത ഉണ്ടാകുമെന്നോ എന്ന് ചിന്തിക്കണം. വാഹനം ഓടിക്കുമ്പോഴും സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളാണ് ഈ ആഴ്ച ഇവർ ശ്രദ്ധിക്കേണ്ടത്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 10 3 ദിവസങ്ങൾ നല്ലതാണ്.